ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ട് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയണതുണ്ട്. നമുക്കിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇതുപോലെ തന്നെ പോകാം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്ന ഫുഡായതുകൊണ്ട് നമുക്കിനി വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അതിലൊരു കൺട്രോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഡയറ്റ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു ഫുഡ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതും ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ്, പിന്നെ പ്രോട്ടീൻ റിച്ച് ആണെന്നൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കാമെന്നല്ലാതെ പിന്നെ നമുക്കൊക്കെ എന്താ വെച്ചാൽ വേണ്ടാത്ത ഫുഡുകളോടാണല്ലോ കൂടുതൽ താല്പര്യം. എന്തെങ്കിലും എണ്ണക്കടി, ഈ പിന്നെ നമുക്ക് എനിക്കാണെങ്കിൽ ഈ ചോറ്, പിന്നെ രാവിലത്തെ ദോശ അങ്ങനെയൊന്നും കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ, അതൊക്കെ ഒരു പഴംപൊരി അല്ലെങ്കിൽ ഒരു സമൂസ, ഇങ്ങനെ എണ്ണക്കടിയോട് ഒരു താല്പര്യം, അല്ലെങ്കിൽ മധുരം, മുട്ട, അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ പൊട്ടാറും. ഞാൻ പെട്ടെന്ന് വെയിറ്റ് കൂടാനും ഒക്കെ കാരണം നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം. പക്ഷേ കുറച്ച് ആൾക്കാർ പുതുതായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്, ഡയറ്റ് ഒപ്പം ചെയ്യുന്നവരുണ്ട്, ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുമ്പം ഒരു പിടിച്ചു വെക്കുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. മധുരം നല്ലോണം നമ്മൾ ലിമിറ്റ് ചെയ്യണം. കാരണം മധുരം എന്ന് പറയുന്നത് ഇച്ചിരി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പിന്നെ നമ്മൾ കഴിക്കാതെ നിന്നാൽ നമുക്ക് ആ ഡയറ്റിനോട് പെട്ടെന്ന് ചടപ്പ് വരും അല്ലേ. ഞാനാണെങ്കിൽ കുറേ തരം ഡയറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അത് തിന്നൂല എന്ന് വിചാരിക്കുമ്പോൾ ആ സാധനത്തിനോട് തന്നെ നമുക്ക് കൂടുതൽ പിന്നെ കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് കുറേശ്ശെ കഴിച്ചിട്ട് നമുക്കിങ്ങനെ പോകാം. അപ്പം അങ്ങനെയുള്ളൊരു ഡയറ്റാണ്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയുള്ള നമ്മൾ എക്സ്ട്രാ വേറെ വാങ്ങാതെ, നമ്മൾ അതിനായി ഡയറ്റിന് മാത്രം നമ്മൾ വാങ്ങാതെ ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ആ ഒരു രീതിയിൽ അല്ലേ, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നിതാ ഞാൻ രാവിലെ തന്നെ ഓട്ടട ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത്. ഇതുമ്പോൾ മദ്രസയിൽ നിന്ന് വന്നപ്പോഴേക്കും ഞാനൊക്കെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഇതുമ്പോൾ വന്ന് യൂണിഫോമൊക്കെ മാറ്റി അവിടെ അങ്ങനെ കഴിക്കണുണ്ട് കേട്ടോ. ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്ന അടുക്കളയിലുള്ള പണികളൊക്കെ കുറച്ച് മടിച്ചായിട്ടുള്ള ഒരാളാണ്. മക്കൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്ന് വേറെ എന്തെങ്കിലും പണി ഉണ്ടോ എന്നൊക്കെ നോക്കി ലാസ്റ്റാണ് കിച്ചണിക്ക് എത്തുക. അപ്പോൾ പിന്നെ ഇതും ഞാൻ മാത്രമല്ലപ്പോൾ കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ലപ്പോൾ മോളും പിന്നെ നീനും ഐറൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം കിച്ചണിക്ക് പോയി വേഗം പണികൾ തീർക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അവർ വിശന്ന് വരുമ്പോൾ നമുക്ക് കുറേ ഫുഡ് ഉണ്ടാക്കണമല്ലോ. ഇപ്പോൾ ഇതുമ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാൾ മാത്രമാകുമ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കി ഒരു 5-6 ഓട്ടട ഉണ്ടാക്കിയാൽ പിന്നെ വൈകുന്നേരത്തേക്കും കൂടി അതുണ്ടാവും. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അരമണിക്കൂർ കൊണ്ട് ലഞ്ച് ഉണ്ടാക്കാം, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. മക്കളെല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വേണ്ടി വരും. അതൊക്കെ വേണ്ടതുകൊണ്ട് നമുക്ക് അങ്ങനെ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒക്കെ കഴിച്ച് ഇതും സ്കൂൾക്ക് പോയിട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു, മൂപ്പർക്ക് ഫുഡ് കൊടുത്തു, ഒക്കെ അങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി. പിന്നെ അതിക്ക് ഇന്ന് ബദാമും ഈത്തപ്പഴമാണ് എടുത്തത്. അപ്പോൾ ആ നേരം ഞാൻ ചായ കുടിക്കാനിരിക്കുമ്പോഴാണ് മോള് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ചായ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ ബദാമും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഈ ബദാമിൽ എന്ന് പറയുന്നത് മക്കൾക്കൊക്കെ കൊടുക്കുക. ഒരു ദിവസം നമ്മളൊരു 4-5 കഴിക്കുന്നത് നല്ലതാണ്. അപ്പം പിന്നെ ഇതപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമല്ലെങ്കിലും നമ്മളെങ്ങനെയും കുറച്ച് വാങ്ങി വെച്ചിട്ട് ഒരു ദിവസം ഒരു 4 ബദാം കഴിക്കാൻ നോക്കുക. പിന്നെ ഈത്തപ്പഴം പിന്നെ അത്ര വിലയുള്ള സംഭവമൊന്നുമല്ലല്ലേ, നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ എന്തായാലും വീട്ടിലുണ്ടാവും. ഇപ്പം പിന്നെ ഒരുപാട് നട്ട്സുകളുണ്ട്, അതൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പിന്നെ ഈ ബദാമെങ്കിലും നമ്മളൊരു ദിവസം കഴിക്കണം എന്നാണ്. അപ്പോൾ അതിൽ കാൽഷ്യം, പിന്നെ അയണ്, അപ്പോൾ തന്നെ പിന്നെ വിറ്റാമിൻ ഡി കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കഴിക്കണം. അത് കുടിച്ചൊക്കെ ശേഷം പിന്നെ ഞാനൊരു ഒരു മണി വരെ ഞാൻ എന്ത് ചെയ്തു, ലൈം ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടതാണ് കേട്ടോ. ലൈമ് ഉപ്പിട്ടിട്ട് കലക്കിയുടെ ആ പാത്രക്കോപ്പ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ കുടിച്ച് നടക്കുകയായിരുന്നു. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ദിവസമാണ്, നല്ല ഹെൽത്തി ആയിട്ട് മാത്രം ഫുഡ് കഴിച്ചൊരു ദിവസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പറഞ്ഞ ആ ഒരു ഹെൽത്തി ഫുഡാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഇത്തിരി ചെറുപയറും ലേശം ഉഴുന്നും ഇച്ചിരി ഉലുവയും അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ലോണം
കഴുകി രാവിലെ അല്ല. അപ്പം ഞാൻ അത് ചെയ്യുന്നത് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇതാ ഞാൻ മിക്സിയിൽ ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി തോലൊക്കെ കളഞ്ഞിട്ട് അത് അതിലേക്ക് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ചെറുപയറിൻ്റെയൊക്കെ ഒരു പച്ചച്ചോവ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, അത് എനിക്കും അറിയില്ലായിരുന്നു. അപ്പം എങ്ങനെയാണ് എന്നൊന്നും എനിക്കും ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. കുറേ ഇതിങ്ങനെ കാണുന്നത് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിക്കണം. അപ്പം ഞാനിത് ഷെമീസ് കിച്ചൻ്റെ യൂട്യൂബിൽ ഷെമീസ് കിച്ചൻ്റെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്കത് വീഡിയോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയതും പറഞ്ഞത് നന്നായിട്ട് മനസ്സിലായതൊക്കെ പിന്നെ ഷെമീസ് കിച്ചണിൽ കണ്ടപ്പോൾ അപ്പം ഞാനത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പും അതിൻ്റെ ഒപ്പം തന്നെ ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പിന്നെ രാഗിയും ഈ ചെറുപയറിൻ്റെ ഒപ്പം തന്നെ വെള്ളത്തിലിട്ടിട്ട് അതും കൂടി ഇതിൻ്റെ ഒപ്പം അരച്ചെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അതും ഒന്നും കൂടി അതും നല്ലതായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കിയതാട്ടോ. ഇനി നമുക്ക് രാഗി എന്തെങ്കിലുമൊക്കെ വാങ്ങാം. അപ്പം അതിങ്ങനെ അരച്ച് പിന്നെ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട്, അപ്പോൾ ഉഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ വെച്ചിട്ട് പിന്നെ ചുടാന്ന് കരുതി. ഷെമീസ് കിച്ചണിലൊക്കെ പറയുന്നത്, ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ അപ്പോൾ തന്നെ ചുട്ട് കഴിക്കാമെന്നൊക്കെ തന്നെയാണ്. ഞാൻ പിന്നെ ഇത് എനിക്ക് ചെറുപയറൊക്കെ ആകുമ്പോൾ നമ്മൾ ചുട്ട് വെച്ചാൽ ചൂടാറി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല. അതിൻ്റെ ഒരു മണം വന്നപ്പോൾ എനിക്ക് നമ്മൾ പണ്ട് മുഖത്തൊക്കെ തേക്കാൻ ചെറുപയറിൻ്റെ മാവുണ്ടാക്കി മുഖത്ത് നമ്മൾ തേക്കുമല്ലോ, പൊടി തേക്കുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു മണമാട്ടോ എനിക്ക് വന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഉറപ്പും ഇതുണ്ടാക്കുമ്പോൾ തോന്നിയില്ല കേട്ടോ. എനിക്കൊന്ന് മണം കേട്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല മാവരച്ച്. അപ്പോൾ എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചത്. കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാൽ തന്നെ ഒരു അത്യാവശ്യം മാവ് ഉണ്ടായിരുന്നു, ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒരു അരമണിക്കൂർ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ചൂടാന്ന് കരുതി. പിന്നെ അതിൽ കഴിക്കാൻ നേരം ചൂടാ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പിന്നെ മണം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, ചൂടാറെ കഴിക്കാൻ പറ്റൂലേക്കാരെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഇതാ വേഗം ചോറ് പിന്നെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ആയിട്ട് ചോറ് വെച്ചു. പിന്നെ കുക്കറിലുള്ളത് പരിപ്പ് കറിയാണ് കേട്ടോ, പരിപ്പും പിന്നെ വെച്ചതാണ്, അത് വെച്ചു. പിന്നെ ഇന്നലെ കുറച്ച് കൂടുതൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ ഇന്നലെ എടുത്ത് ബാക്കിയൊരു 4-5 മീൻ, നല്ല വലിയ മീൻ, നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങനെ മസാല തേച്ച് വെച്ചത് ഫ്രിഡ്ജിൽ കൂടി വെച്ചതൊക്കെ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഞാനത് വറുത്തെടുത്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലഞ്ച് കേട്ടോ. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കിയത്, പിന്നെ വേറെ വെജിറ്റബിൾ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാനും നിന്നില്ല. പിന്നെ ഇതുമൂന്നാണെങ്കിൽ സാധാ നോർമൽ നമ്മൾ സാധാ ചാക്കരിയോടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ ഒക്കെ പരിപ്പ് കറി അല്ലെങ്കിൽ മോരുകറി ഉണ്ടല്ലോ, നമ്മൾ തൈരൊക്കെ വെച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടില്ല, അതുണ്ടെങ്കിൽ ഓക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അതുകൊണ്ട് പരിപ്പ് വെച്ചത്, തേങ്ങ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മോരുകറി ഉണ്ടാക്കിയാൽ മതി. മോരുകറി ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും, ഇപ്പോൾ മോളും ആയാലും നീനും ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് കറി വെച്ചത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വന്നിട്ടാണ് പിന്നെ ഞാൻ നമ്മുടെ പിന്നെ ദോശ ചുട്ടത് കേട്ടോ. അല്ല ഞാൻ വേഗം പാത്രത്തിലൊക്കെ ആക്കി, പിന്നെ പരിപ്പ് ആദ്യം മുളക് പൊടി, തക്കാളി, പച്ചമുളക് ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം വലിയുള്ളി ചെറിയുള്ളിയൊക്കെ ഇടാം. ഞാൻ വലിയുള്ളിയാണ് ഇട്ടത്, അരിയാൻ എളുപ്പത്തിന് ഞാൻ വേഗം വലിയുള്ളി ഇട്ടോ. ഞാൻ പറയില്ലേ, ഞാൻ കുറച്ച് കുക്കിങ്ങിൽ കുറച്ച് മടിച്ചാണ്. പിന്നെ അപ്പോൾ അതിട്ട് വലിയുള്ളി പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് അതിലേക്ക് പറഞ്ഞ് പിന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട്, അപ്പോഴേക്കും മീൻ വേവുന്നുണ്ട്, മറിച്ചിടുന്നുണ്ട്, അങ്ങനെ. അപ്പം ഇതാണ് പിന്നെ നമ്മുടെ ഇവിടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ ലഞ്ച്. അപ്പോൾ നമുക്കിനി മീൻ നന്നായിട്ട് മീനെടുത്ത് കഴിക്കാം പിന്നെ ഉണ്ടാക്കുന്ന ദോശയ്ക്ക്. പിന്നെ പരിപ്പ് നല്ലതാണല്ലോ, പരിപ്പ് നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണല്ലോ, അതൊക്കെ കഴിക്കുന്നത്. പിന്നെ മുരിങ്ങയിലിടണം പരിപ്പിക്ക് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ വെയിൽ ചൂടായി അപ്പം അതൊക്കെ എടുത്ത്, പിന്നെ മഴ അങ്ങനെ ഇടയ്ക്ക് ഇന്നലെ പിന്നെ അതൊക്കെ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ മുരിങ്ങയിലിടാനൊരു മടിയിട്ടോ. അപ്പോൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ച് ജസ്റ്റ് അതന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതുമ്പോൾ വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ ചായ മാത്രമല്ലേ കഴിച്ചുള്ളൂ, ഞാൻ ദോശ ചുടുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇതിങ്ങനെ ചട്ടിയിൽ പാരുമ്പോഴേ ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പരത്തി ചുടാൻ കഴിയുമെന്ന്. വീഡിയോയിലൊക്കെ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ ദോശ ഇങ്ങനെ നല്ല പൊളിയായിട്ട് പരത്തുന്നുണ്ടായിരുന്നു കേട്ടോ, വലിയതായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പരത്താൻ പറ്റുമോ, ഇത് പിന്നെ എന്താ പറയുക, ചെറുപയർ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പരത്തിയാൽ ഇങ്ങനെ നന്നായിട്ട് വരുമോ എന്നൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അടിപൊളിയായിട്ട് നല്ല നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ നല്ലൊരു പരത്താൻ നല്ല രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സാധാ ദോശ പരത്തുമ്പോൾ വരെ അത്ര ഒരു പിന്നെ നല്ല രീതിയിൽ പരത്താൻ പറ്റില്ലല്ലോ, ഇത് നല്ല അടിപൊളിയായിട്ട് പരത്താൻ പറ്റി. പിന്നെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു, കാരണം നല്ലൊരു
ചെറുപയറിൻ്റെ പച്ച മണം അതുകൊണ്ട് പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവും. നല്ല നെയ്യൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ബട്ടറൊക്കെ ഇട്ടാലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഏതായാലും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മറിച്ചിട്ട് നെരിച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പം വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് ചട്ടിയിൽ നമുക്ക് പരത്താനൊക്കെ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ നല്ല ചൂടോട് കൂടി കഴിക്കണം എന്ന് മാത്രമേ എനിക്ക് തോന്നിയത് കേട്ടോ. ഞാനിത് കഴിച്ചിട്ട് ഈ ഫുഡ് കഴിച്ചിട്ട് എനിക്കൊരു തോന്നിയത് അതാണ്. നല്ല ചൂടോട് കൂടി കഴിക്കേണ്ടി വരും. അതിനൊരു മണം അങ്ങനെ നമുക്ക് പിന്നെ അങ്ങനെയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ചെറുപയറിൻ്റെ ആ ഒരു പച്ചമണം. അപ്പോൾ പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് വലിയ അങ്ങനെ വലിയ ഒരു ബോറായിട്ടും തോന്നിയില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റും ഉണ്ട്. നല്ല നെയ്യൊക്കെ ഒഴിച്ച് ഒക്കെയാണ് അല്ലെങ്കിൽ ബട്ടറൊക്കെ ഒഴിച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നല്ല എന്താ പറയുക ചിക്കൻ്റെ കറിയോ നല്ല ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് അടിപൊളിയാവും. അങ്ങനെ ഒന്നാമത്തെ ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ദോശ പരത്തിയെടുക്കണം. അപ്പോൾ 2 ദോശയാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ കുറേ ആയി ഇങ്ങനെ 2 ദോശയൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഡയറ്റ് അല്ല എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഡയറ്റ് നിർത്താൻ കേട്ടോ എന്നൊക്കെ ഞാൻ പറയല്ലേ. അപ്പോൾ അങ്ങനെ ഡയറ്റ് അല്ലെങ്കിലും ഞാൻ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദോശയൊന്നും അങ്ങനെ ഇരുന്ന് കഴിക്കില്ല. എനിക്ക് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഇതുമ്പോൾ സ്കൂളിൽ വന്നിട്ട് വല്ല കട്ട്ലറ്റോ സമൂസയൊക്കെ കൊണ്ടുവന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ അൺഹെൽത്തി ഫുഡാണ് പിന്നെ കഴിക്കുക. അപ്പോൾ ഞാൻ ഇത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴേ സത്യം പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണുള്ളൂ കേട്ടോ. അപ്പം ഇത് 2 ദോശയൊക്കെ ചുട്ടു. നല്ല പരിപ്പ് കറിയുണ്ട്, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള കുറുന്നനുള്ള കറിയാണ്. അവിടെ ചോറുക്കായാലും പരിപ്പ് കറി വെക്കുമ്പോൾ ഇങ്ങനെ കുറുന്നനെ വെക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടായാലും ആർക്കും ഇഷ്ടമില്ല. അപ്പം ഞാനതും പിന്നെ നമ്മളെ മീൻ എനിക്ക് പിന്നെ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി മീനിൽ നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലൊക്കെ ഇട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ ഒരു ദോശയ്ക്ക് അടിപൊളിയായിരുന്നു തോന്നി. പരിപ്പൊക്കെ കൂട്ടി കഴിച്ചിട്ട് സൂപ്പറാണ് ദോശ. പിന്നെ അടിപൊളിയാണ്. ഒരു ടേസ്റ്റിന് അങ്ങനത്തെ പ്രശ്നം തോന്നിയില്ല. ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു ചെറുപയറിൻ്റെ എന്നാലും വലിയ പ്രശ്നമുള്ളൊരു ടേസ്റ്റ് മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കഴിക്കാനൊക്കെ പറ്റും. ചൂടോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡാണ്. അപ്പോൾ ഞാൻ ഇതുമൂന്ന് ഒരു ഉരുള കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. കണ്ടപ്പോൾ ഒരു പച്ച കളറൊക്കെ കണ്ടപ്പോൾ അല്ലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാരി കൊടുത്തപ്പോൾ ഓക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഓക്കും ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ വൈകുന്നേരമൊക്കെ ദോശ അങ്ങനെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഭയങ്കര പിന്നെ എന്താ പറയുക വിളവത്തിയാണ് ഓള്. തീരെ ശ്രദ്ധിക്കണേ ഇല്ല. അപ്പോൾ പിന്നെ ഈ പ്രായമല്ലേ 10 വയസ്സ് 11 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നൊന്നും അറിയില്ലല്ലോ. വൈകുന്നേരം വരിക, കടയിൽ ഓടുക, എന്തെങ്കിലുമൊക്കെ വാങ്ങുക, തിന്നുക, ഇതൊക്കെയാണ് ഓളൊരു പരിപാടി. മാഗി പിന്നെ നൂഡിൽസ് ഇങ്ങനെ എന്താ പറയുക ലേസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം അവൾക്ക് ഓക്കും ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഞാനത് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു പണികൾ നമ്മൾ ഉച്ചക്കത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. പിന്നെ ഇതും സ്കൂളിട്ടൊക്കെ വന്ന് മേലൊക്കെ കഴുകി അവിടെ എന്തൊക്കെയോ തകൃതിയായിട്ടുള്ള പണിയാട്ടോ. അപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആയ സമയം സത്യം പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഇന്ന് ഉച്ചക്ക് മുട്ട നമ്മളിന്ന് കഴിച്ചിട്ടില്ലല്ലോ. വൈകുന്നേരം നമ്മൾ 2 മുട്ട പുഴുങ്ങിയതും ഒരു റോബസ്റ്റ പഴം അങ്ങനെ എന്തെങ്കിലും കഴിച്ച് നിർത്താമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന്. പക്ഷേ പിന്നെ രാത്രി ഞങ്ങളെല്ലാവരും എൻ്റെ ഹസ്ബൻഡ് 5:15 ആകുമ്പോൾ സ്കൂളത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ മൂപ്പര് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ആ ഒരു ടൈമിൽ ഒരു 6 മണീൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ച് നിർത്തും. മക്കളെല്ലാവരും ഉണ്ടെങ്കിൽ ആ ഫുഡിന് പിന്നെ അങ്ങനെ ലേറ്റായി പോവുള്ളൂ. ഞങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ 6 മണിയാകുമ്പോൾ ഇവിടെ കിച്ചണൊക്കെ ക്ലോസ് ആക്കും. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക മൂപ്പർക്ക് ഞാൻ വൈകുന്നേരം അധികം മുട്ട പൊരിച്ച് കൊടുക്കുക. 2 മുട്ടയൊക്കെ ജസ്റ്റ് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് പൊരിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഹെൽത്തി കഴിക്കണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ ആ സമയം ഞാൻ കരുതി മൂപ്പർക്ക് പൊരിക്കുമ്പോൾ എനിക്കും പൊരിക്കാമെന്ന്. പക്ഷേ ഇന്ന് മൂപ്പരും എനിക്ക് ഓട്ടട മതി, ഓട്ടടയും മീൻ പൊരിച്ചതുകൊണ്ട് ചെറുപയറുകറി ആദ്യത്തെ ചെറുപയറുകറിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് എനിക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട, മുട്ട ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കും മടിയിട്ടോ. അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ മടിച്ചാണെന്ന്. അപ്പോൾ എനിക്ക് പിന്നെ ചെറുക്ക് പോകാനും ഉള്ളിയൊക്കെ അരിഞ്ഞ് മുട്ടയൊക്കെ പൊരിക്കാനൊക്കെ ഒരു മടി. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ മടിയാണല്ലോ. അപ്പോൾ ഞാൻ 2 റോബസ്റ്റ പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഇത് കഴിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര രാത്രി ഫുള്ള് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് 2 ദിവസമായിട്ട് ഇപ്പോൾ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. ഒരു 7 മണി മുതൽ 8 മണി വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് കഴിച്ച് ഞാൻ നിർത്തി. പിന്നെ ഇന്നത്തെ വെയിറ്റ് 90.8 നമ്മൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ.